മഴത്തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സാധിക്കുന്നത് നമ്മുടെ ആര് അലീനയുടെ മുൻപിൽ മനസ്സ് തുറക്കുകയാണ് സ്റ്റാൻലി എന്ന് കാണാം. അതായത് ബബിതയാണെങ്കിൽ അലീനയെ വിളിക്കുകയാണ് എന്ന് കാണാം. അതിനു മുമ്പ് തന്നെ അടുക്കളയിൽ ആര് നിൽക്കുന്നുണ്ട്? നമ്മുടെ ബബിതയും കൃഷ്ണയും രോഹിയും വൈജയന്തിയും നിൽക്കുന്നുണ്ട്. ഇതേ സമയം രോഹിത്താണെങ്കിൽ നിന്നെ അലീന ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ നീട്ടിക്കൊടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ ആര് നമ്മുടെ അലീന ചേച്ചി വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഫോൺ കൊടുക്കുമ്പോൾ തന്നെ വൈജയന്തി ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആര് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവളെ വിളിക്കേണ്ടതൊന്നുമില്ല, അവൾ ചാവാൻ കിടക്കുകയൊന്നും അല്ലല്ലോ, അവളെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യമാരി വിളിച്ചാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അമ്മേ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ തരുന്നുണ്ടോ? വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ. ഞാൻ എനിക്കിഷ്ടപ്പെട്ടവരെ വിളിക്കുന്നതിന് അമ്മയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആര് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഇതേ നീ കഷ്ടപ്പെട്ട് മേടിച്ച ഫോണോ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ, ഞാനും ബാലേന്ദ്രനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്ന ഫോണും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ നീ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, എനിക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല, ആഗ്രഹവുമില്ല, ഉദ്ദേശവുമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം നിൻ്റെ ആഗ്രഹവും ഉദ്ദേശമൊക്കെ എനിക്കറിയാടി, അവളല്ലേ അലീനയോട് സംസാരിച്ച് എന്തിട്ട് കിട്ടാനാ? ഇവിടെ ആരെങ്കിലും വായുഗുളിക മേടിക്കാനായിട്ട് കിടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവളോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ലഭിക്കാനില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അത് അമ്മയല്ല തീരുമാനിക്കേണ്ടത് എന്ന് ആര് പറയുന്നു? നമ്മുടെ രോഹിയും കൃഷ്ണമോളും പറയുന്നു. വെറുതെ ഒരു പ്രശ്നവും വഴക്കും ഉണ്ടാക്കാതെ അമ്മ ഫോൺ അങ്ങോട്ട് കൊടുക്കാനായിട്ട് നോക്ക് എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം വൈജയന്തിയാണെങ്കിൽ തരത്തിലടി, നിനക്ക് ഫോൺ പോയിട്ട് ഒരു സാധനം പോലും തരില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അമ്മേ കൊടുക്ക്, എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് കൃഷ്ണ ചോദിക്കുകയാണ് എന്ന് കാണാം. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞതോ? അത് വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ ബബിതയാണെങ്കിൽ വൈജയന്തിയോട് ചോദിക്കുകയാണ്, അമ്മ ഉറച്ച തീരുമാനത്തിലാണോ? അമ്മ ഫോൺ തരില്ലെന്ന് ഉറപ്പിച്ചാണോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് വൈജയന്തി ഉറക്കെ പറയാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ബബിതയാണെങ്കിൽ വൈജയന്തിയുടെ ഫോണുമായിട്ട് ഓടിപ്പോവുകയാണ്. എനിക്ക് ഈ ഫോണായാലും ഇപ്പോൾ തൽക്കാലം മതി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മൾ വൈജയന്തിയാണെങ്കിൽ ആകെ പെട്ടുപോവുകയാണ് എന്ന് കാണാൻ സാധിക്കും പ്രേക്ഷകരെ. തുടർന്ന് അലീനയെ വിളിക്കുകയാണ് വൈജയന്തിയുടെ ഫോണിൽ നിന്നും ബബിത. അപ്പോഴാണെങ്കിൽ മാഡം വിളിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അലീന ഫോൺ എടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ ഒന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ബബിത അമ്മ ഫോൺ മേടിച്ച് വെച്ച് കാര്യം പറയുന്നു. ഒടുവിൽ താൻ അമ്മയെ തട്ടിപ്പറിച്ച് ഫോൺ മേടിച്ച് വിളിച്ചതാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലീനയുടെ അടുത്ത് ബബിതയാണെങ്കിൽ തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. താൻ ഇഷ്ടപ്പെടുന്ന ആൾ
ചതിക്കുകയാണ് എന്നൊരു തോന്നൽ തനിക്ക് തോന്നുകയാണ് ചേച്ചി എന്ന് പറയുമ്പോൾ, അതെന്ത് പറ്റി എന്ന് പറയുമ്പോൾ, ആരാ അത് എന്ന് ചോദിക്കുമ്പോൾ, ആ മുടിയനില്ലേ പണ്ട് വീട്ടിലേക്ക് വന്നത്, അവൻ തന്നെ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി എന്ന് പറയുമ്പോൾ, മോളെ ശ്രദ്ധിക്കണം, അച്ഛനോടോ ആരോടെങ്കിലും മനസ്സ് തുറന്ന് നീ സംസാരിക്കണം. അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. നിന്നെ കുറ്റം പറയോ ചീത്ത പറയോ വഴക്ക് പറയോ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അച്ഛൻ നിന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിനക്ക് അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിക്കാവുന്നതാണ്. അതിലൊന്നും യാതൊരു കുറ്റമോ കുറവോ ഒന്നും ആയിട്ട് കാണേണ്ടതില്ല എന്ന് പറയുമ്പോൾ, എനിക്കറിയാം ചേച്ചി, പക്ഷേ എനിക്ക് അച്ഛനോട് പറയാനായിട്ട് മടിയാവുകയാണ് എന്ന് പറയുമ്പോൾ, നീ അച്ഛനോട് പറഞ്ഞോളൂ മോളെ, യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, നിനക്കൊന്നും നഷ്ടപ്പെടുകയുമില്ല. അച്ഛൻ നിന്നെ പൊന്നുപോലെ നോക്കും, ഈ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു തരികയും ചെയ്യുമെന്ന് പറയുന്നു. തുടർന്ന് നമ്മുടെ കൃഷ്ണ സംസാരിച്ചിട്ട് അച്ഛൻ ഇന്നലെ മദ്യപിച്ചാണ് വന്നത് എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ അലീനയാണെങ്കിൽ ഫോൺ ബാലചന്ദ്രൻ അതായത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയുന്നു. അച്ഛനോട് അലീന പറയാണ്, അച്ഛൻ എന്തിനാണ് മദ്യപിക്കുന്നത്, ഇവിടെ ഒരാൾ ഏത് നേരവും മദ്യപാനോ, ഇനി അച്ഛനും കൂടി അങ്ങനെ ആവുകയാണോ എന്ന് ചോദിക്കുന്നു. എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവിടേക്ക് വരേണ്ടായിരുന്നു, അവിടെ നിന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് ഫോണിലൂടെ. ഇതേ സമയം സ്റ്റാൻലി അത് കേട്ടിട്ട് ആകെ സങ്കടപ്പെടുകയും അലീനയുടെ അടുത്ത് ഞാൻ നല്ലൊരു പപ്പയല്ലേ എന്ന് ചോദിക്കുന്നതും, ഞാൻ നല്ലൊരു പപ്പയാവാനായിട്ട് ശ്രമിക്കാമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത വരികയാണ് എന്ന് കാണാം. റീത്താമ്മ ആരെയും കൊണ്ട് എൽസമ്മയും കൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് കാണാം. അവിടെ വലിയൊരു തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. എൽസമ്മയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സ്റ്റാലിന് സാധിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ഒടുവിൽ എൽസമ്മ ആർക്ക് നേരെ, റീത്തയ്ക്ക് നേരെ തിരിയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്ന് റീത്തയും എൽസമ്മയും തമ്മിൽ ഒരു വലിയ പോരാട്ടം. അതിന് അലീന എൽസമ്മയുടെ കൂടെ നിന്ന് എൽസമ്മയെ സഹായിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. താങ്ക്സ് ഫോർ വാച്ചിങ്.